നമ്മളൊരു യാചിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം നമ്മൾ കോൺഗ്രസ്സാണ് വികാരം. അടിമുടി കോൺഗ്രസ്സുകാരനായ എനിക്ക് ഒരു അവസരം എന്തായാലും എൻ്റെ പാർട്ടി നേതൃത്വം ഭാവിയിലേക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതാര് നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നോ അവരുടെ പിന്തുണ മേടിക്കാം. പക്ഷേ ഞങ്ങൾ ഭരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഭരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകും. ആ പോകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഭരണം ഉണ്ടാവും. പാലാ നഗരസഭയിൽ LDF അവിശ്വാസത്തെ പിന്തുണച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും നടപടി നേരിട്ട ടോണി തൈപ്പറമ്പിൽ കൗൺസിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളതാണ്. പാർട്ടിയുടെ നടപടി അത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് അവർക്ക് വിഷമമുണ്ടായി കാണുമായിരിക്കും. പക്ഷെ അതിന് നടപടി തീരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് യാതൊരു പിണക്കവുമില്ല. പക്ഷെ എന്നും ഞാനൊരു കോൺഗ്രസ്സുകാരനായി തന്നെ ഇവിടെ കാണും. നമ്മുടെ മനസ്സിലെ കോൺഗ്രസിനെ ആർക്കും മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന് വേണ്ടിയാണ്, കോൺഗ്രസ് അഭിമാനം രക്ഷിക്കാനാണെന്ന് പറയുന്നു. പക്ഷേ ഈ നേതൃത്വം ആ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നിന്ന മറുചേരിക്കൊപ്പം നിന്നുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്? അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലോ, ആത്മാഭിമാനമുള്ള ഇവിടെ പാലയിലുള്ള കോൺഗ്രസ്സുകാർക്ക് വേണ്ടി തന്നെ ചിലപ്പോൾ ഒരു സസ്പെൻഷൻ നടപടിയൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അറിയാലോ, ഇതൊക്കെ വന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്കൊരു വിഷമമില്ല. കാരണം ഈ നാട്ടിലുള്ളവർക്കറിയാം, ഞാൻ 10-15 വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അല്ലാതെ ഒരു സംഘടനയുടെ ഭാഗമായി ഞാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് അഭിമാനത്തോടെ തന്നെ കോൺഗ്രസ്സുകാരനാണ് ഇന്ന് നിലനിൽക്കും. ഇപ്പോൾ അവർ പറയുന്നത്, ഇന്നലെ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞിരുന്നത് ഈ LDF-മാരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. അദ്ദേഹം നമ്മുടെ നേതാവാണ്. അദ്ദേഹമൊക്കെ നമ്മൾ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം അത് പറഞ്ഞതിൽ വിഷമമുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഞാനൊന്നും അദ്ദേഹത്തിനെതിരെ ഒന്നും പറയുന്നില്ല. കാരണം ഇതൊരു പാർട്ടിയാണ്, പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ അതിനകത്ത് പറ്റത്തില്ല. വിപ്പ് ലംഘിച്ചു എന്നുള്ളതാണ് അവർ ഇതിന് പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. വിപ്പ് ലംഘിച്ചു, അത് പാർട്ടി അച്ചടക്ക നടപടി പാർട്ടിക്ക് എതിരായിട്ടുള്ള കാണാൻ കഴിയുമെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഒരിക്കലും പാർട്ടിക്ക് എതിരായിട്ടല്ല ഞാൻ പ്രവർത്തിച്ചത്. സ്വതന്ത്ര മുന്നണി എപ്പോഴും UDF-ന് അനുകൂലമായിട്ട് നിന്നവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ വരികയും ചെയ്തത്. പക്ഷേ ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടാണ് നിന്നത്. അപ്പം ഞാൻ ജയിച്ചതും കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു ജയിച്ചത്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം, അതായത് ഇവിടെയുള്ള മണ്ഡലം കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് സഹിതം ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയത്തിനൊപ്പമാണ് ഞാൻ നിന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ ഇത് വന്നതിൽ നമുക്കിപ്പം മുതിർന്ന നേതാക്കന്മാർ, ഇപ്പോൾ KPCC നേതൃത്വം DCC നേതൃത്വത്തിനോടൊന്നും യാതൊരു പിണക്കവുമില്ല. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും അവരോട് ഒരു പിണക്കമില്ല. അവരൊക്കെ എൻ്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. അവരെ എന്ന് സ്നേഹത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വിഷമമുണ്ടോ വിഷയത്തിൽ? തീർച്ചയായിട്ടും വിഷമം എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തന രീതിയിൽ, ഒരു കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി എന്ന രീതിയിൽ നമുക്ക് അത് വിഷമമുണ്ടാകും. കാരണം വർഷങ്ങളുടെ നീണ്ട കോൺഗ്രസ് ബന്ധമാണല്ലോ എനിക്കുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു യാചിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം നമ്മൾ കോൺഗ്രസ്സാണ് വികാരം. അടിമുടി കോൺഗ്രസ്സുകാരനായ എനിക്ക് ഒരു അവസരം എന്തായാലും എൻ്റെ പാർട്ടി നേതൃത്വം ഭാവിയിലേക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതായത് ഇനി എന്ത് എന്നൊരു അടുത്തൊരു വലിയ ചോദ്യമുണ്ട്. കാരണം പാലയിലേക്ക് ഒരു ചെയർപേഴ്സൺ ആവശ്യമുണ്ട്. LDF എന്തായാലും അതിലേക്കില്ല എന്ന് പറഞ്ഞു. പിന്നീടുള്ളത് നിങ്ങൾ നിൽക്കുന്ന 5 പേരും മറുചേരിയിൽ നിൽക്കുന്ന ആളുകളുമാണ്, 9 പേരുമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് ഒരാൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുമോ? ഞാൻ പറഞ്ഞല്ലോ, 5 പേരിൻ്റെ കൂട്ടത്തിൽ 5 പേര് 6 പേരാണ്. അത് പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. 6 പേര് നമ്മളൊപ്പം തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ അനുകൂലമായ ഒരു അന്തരീക്ഷം ആര് തരുന്നോ നമുക്ക് അത് സ്വീകരിക്കാൻ തരാം. പക്ഷേ എന്നും കോൺഗ്രസിൻ്റെ ഒരു ചെയർപേഴ്സൺ ആയിരിക്കും നിലവിൽ വരാൻ സാധ്യത. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരാൾ, 3 വനിതകളുണ്ട്, അപ്പോൾ ഒരാൾ വരും എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു ചെയർപേഴ്സൺ ഭാവിയിലേക്ക് ഉണ്ടാവും. അത് പാലയുടെ വികസനത്തിന് വേണ്ടി, ഈ നാടിൻ്റെ വികസനത്തിനും ഈ സാധാരണക്കാരുടെയും ഒരു രാഷ്ട്രീയ മതമില്ലാത്ത രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നല്ല ചെയർപേഴ്സൺ പാലയുടെ മണ്ണിൽ കാണും. അവർക്കൊരു ആരോടും ഒരു പരിഭവവും ഇതുമില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചെയർപേഴ്സണും ഞങ്ങളെപ്പോലുള്ള ടീമും കൂടെ ഉണ്ടാവും. അപ്പോൾ വിഷയത്തിൽ അങ്ങനെ ഈ പറയുന്ന 6 പേരെ വെച്ച് എന്തായാലും അധികാരത്തിലെത്താൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും LDF-ന്റെ ഒരു പിന്തുണ അത് സ്വീകരിക്കുമോ? നിലവിൽ ഇപ്പോൾ UDF-ന്റെ ഭാഗം തന്നെയാണല്ലോ ഞങ്ങൾ. UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം ജോസഫ് ഗ്രൂപ്പിലെയും KDP-യിലൊക്കെ അംഗങ്ങൾ പറയട്ടെ. അവർ പറയുമ്പോൾ ഉചിതമായി അതാര് നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നോ അവരുടെ പിന്തുണ മേടിക്കാം. പക്ഷേ ഞങ്ങൾ ഭരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഭരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകും. ആ പോകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഭരണം ഉണ്ടാവും. മറ്റുള്ളവരുടെ പിന്തുണ ലഭിച്ചാൽ സ്വീകരിക്കുന്നതിൽ നമുക്ക്, ഞാൻ പറയില്ല, ആർക്കും നമുക്ക് പിന്തുണ തരും. ഇപ്പം നമ്മളൊരു വാർഡ് ഇലക്ഷന് മത്സരിക്കുമ്പോൾ പലവിധ പാർട്ടിയിൽപ്പെട്ടവർ, പലവിധ ജാതിയിലും മതത്തിലും പെട്ടവർ നമുക്ക് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം മേടിച്ച് വോട്ട് ചേർത്ത് ജയിച്ചവരാണല്ലോ ഈ പറയുന്ന കൗൺസിലർമാരിൽ. അപ്പോൾ അത് ആരുടെയും പിന്തുണയും നമുക്ക് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അത് അടുത്തൊരു നീക്കം എന്തായിരിക്കും? നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്നത്?
ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ഇപ്പോൾ വൈസ് ചെയർമാനായിട്ടിരിക്കുന്ന മായ രാഹുൽ ആക്ടിംഗ് വൈസ് ചെയർപേഴ്സണായി. ഇനിയുള്ള ബാക്കിയുള്ള എൻ്റെ കൂട്ടത്തിലുള്ളവരുമായിട്ട് ആലോചിച്ച്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് എല്ലാവരോടും ആലോചിച്ച് നമുക്കൊരു നല്ല ഉചിതമായ തീരുമാനം, വാർഡിലെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നല്ല ഉചിതമായ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും. ഉയർന്നു നിൽക്കുന്ന ഒരു പേരുമായ രാഹുലിൻ്റെതാണ് ഈ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന പേരിൽ നിന്നും സ്ഥിരം ചെയർപേഴ്സണിലേക്ക് ആ പേര് ഉയർന്നു വരുമോ? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് മൊത്തത്തിൽ ഞങ്ങളൊരു ചർച്ചയിലൂടെ ഞങ്ങളുടെ ആർക്കും ഒരു വിഷമമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പം ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ആ ഒറ്റക്കെട്ട് മുന്നോട്ട് പോകും. നാളെയും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇത് നാടിൻ്റെ വികസനത്തിന്, ഈ പൊതുജനങ്ങളുടെ വികസനത്തിനായി ഞങ്ങൾ നിലകൊള്ളും. അത് തന്നെയാണ് എന്തായാലും കൃത്യമായൊരു നിലപാട് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാടിന്റെ വികസനത്തിനായി ആരുടെ പിന്തുണ ലഭിച്ചാലും അതിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം ഈ കോൺഗ്രസിന്റെ നടപടിയിൽ, കോൺഗ്രസിന് വേണ്ടി, കോൺഗ്രസിന് അഭിമാനം കാത്തുരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയിൽ കോൺഗ്രസിനുണ്ടായ നടപടിയിൽ വിഷമമുണ്ട് എന്ന കാര്യം കൂടിയാണ് ടോണി തൈപ്പറമ്പിൽ വ്യക്തമാക്കുന്നത്.